ഫേക്ക് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ ബോക്സ് ഓഫീസ് കളക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഈ സിനിമകൾ വാരിയിട്ടുള്ള ഈ കോടികൾ, അതിന് പിന്നിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൽ നമ്മൾ എടുക്കേണ്ട പേരാണ് PR കമ്പനി. സോ ഈ PR വർക്ക് എന്നുള്ള കാര്യം ഇൻ്റർനെറ്റിൽ ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ PR കമ്പനി? ശരിക്കും ഈ PR കമ്പനീൻ്റെ ജോലി എന്താണ്? സോ PR കമ്പനീൻ്റെ ജോലി ഒരു സിനിമ റിലീസാകുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. പബ്ലിക് റിലേഷൻഷിപ്പാണ്. സോ ഈ സിനിമ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇവരുടെ ജോലി. അത് പബ്ലിസിറ്റി ചെയ്യുക, പിന്നെ പോസ്റ്റേഴ്സൊക്കെ ഓൺലൈനായിട്ട് റിലീസ് ചെയ്യുക, അതിനൊരു ചെറിയൊരു തരത്തിലുള്ളൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഓഡിയൻസിന് ഈ സിനിമേൻ്റെ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുക. ഒരു 17-16 ശേഷം വേണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനികൾ, PR കമ്പനികൾ എടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ടീം സെറ്റ് ചെയ്യുന്നില്ല, അവർ തന്നെ ഇൻഹൗസ് ടീം സെറ്റ് ചെയ്യുന്നത് തന്നെ ഈ സിനിമേനെ പറ്റിയിട്ട് തള്ളാൻ വേണ്ടി മാത്രമാണ്. മുൻപ് ഈ പബ്ലിസിറ്റി മാത്രം ചെയ്തുകൊണ്ടിരുന്ന PR കമ്പനി പിന്നെ ഈ തള്ളൽ വീരന്മാരായിട്ട് മാറുകയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻസ് ആണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഏത് സിനിമ റിലീസ് ചെയ്താലും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ കളക്ഷൻസ് എന്നുള്ള ഒരു സംഭവം. ഗജനി 2008 ഹിന്ദി ഗജനി പുറത്തു വിടുന്ന ഒരു പോസ്റ്ററിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗജനി 2008 ഹിന്ദി റീമേക്കും വാസ് എ വെരി ഗുഡ് മൂവി. സോ അതും നമ്മൾ അങ്ങനെ സംശയിക്കേണ്ട, അതൊരു ഫേക്ക് ആയിരുന്നു എന്നുള്ള കാരണം ആ സിനിമ അമീർ ഖാൻ ആ സമയത്ത് തന്നെ ബഡ്ജറ്റ് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി, പിന്നെ ഇതൊരു നല്ല സിനിമയായിരുന്നല്ലോ. പിന്നെ അമീർ ഖാൻ ആ സിനിമ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട്, തമിഴിനെക്കാട്ടും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിരിക്കാം ആ സിനിമ 170 കോടിയാണ് കളക്ട് ചെയ്തതെന്നാണ് ആദ്യം വന്ന ഒരു പോസ്റ്റർ. അത് ഓൺലൈൻ, അപ്പോൾ 2008 ഈ ഓൺലൈൻ മീഡിയ ഒക്കെ കുറച്ചൊന്ന് പച്ച പിടിച്ച് തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഈ PR കമ്പനികൾ ഇതിനൊരു പ്രൊമോട്ടിങ് മെറ്റീരിയലായിട്ട് എടുത്തിട്ടതാണ്. അതൊരു ജെന്യുവനായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരുന്നു. കാരണം ആ സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. പിന്നീട് ഞാൻ കുറച്ചൊന്ന് പെട്ടെന്ന് പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2008 വന്നിട്ടുള്ള ദശാവതാരം, അതിന് ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ആണ് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജാക്കി ചാൻ ഇവിടെ വരുന്നു, പ്രൊമോഷൻ ചെയ്യുന്നു. സോ അതിൻ്റെ ഒരു വൺ ഡേ റവന്യൂ എന്ന് പറയുന്നതൊക്കെ അന്ന് മീഡിയയിലും പേപ്പറിലും, അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുമ്പോൾ അന്ന് TV ചാനൽസാണ് കൂടുതൽ. ഇൻ്റർനെറ്റ് ഒരു പരിധി വരെയുള്ളൂ. അപ്പം അതവർ ചെയ്തിരുന്നു. തമിഴിൽ അതവർ ചെയ്തിരുന്നു. പിന്നെ 2010 ഏന്ദ്രൻ വരുമ്പോൾ ഒബ്വിയസ്ലി സൺ TV ആണ്, അവരും ഭയങ്കരമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും ഞാൻ ഫേക്ക് എന്നുള്ള സംഭവം ഈ സിനിമകൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ശിവാജി ആവട്ടെ, അല്ലെങ്കിൽ ഗജനി ഹിന്ദി ആവട്ടെ, ദശാവതാരാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏന്ദ്രനാവട്ടെ, ഇതൊക്കെ വളരെ വലിയ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ്. തുപ്പാക്കി 45 കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് അന്ന് മീഡിയ അല്ലെങ്കിൽ ഒരു പേപ്പർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതന്നെ അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ റണ്ണിൻ്റെ ഒക്കെ ഒരു ചെയ്തതിന് ശേഷമാണ് ഈ മീഡിയയിൽ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ. പക്ഷേ അതിനൊരു തുപ്പാക്കി 45 crores എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റേഴ്സൊന്നും ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. ശേഷം 2013 വിശ്വരൂപം വരുന്നുണ്ട്. അതൊക്കെ കോൺട്രവേഴ്ഷ്യലി വേണമെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ അത് ചിലപ്പോൾ PR കമ്പനിയുടെ ഭാഗമായിരിക്കാം. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ കമൽ ഹസനാണ്. സോ അയാൾക്ക് ഈ എന്താ പറയുക, അയാൾ സകല കലാവല്ലഭനാണല്ലോ. അപ്പോൾ അയാൾക്ക് ഈ സിനിമേനെ പറ്റി ഇതെങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അപ്പം എന്നുള്ള കോൺട്രവേഴ്സിയിൽ അയാളും ജയലളിതയും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയിൽ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമ ഒരു ആവറേജ് സിനിമ ആയിരുന്നെങ്കിലും, ആ സിനിമയിൽ ചില മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലും സിനിമ ഒരു ആവറേജ് സിനിമ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ കുറേ ലാഗായിട്ട് നമുക്ക് തോന്നും. സോ അതിന് നല്ലൊരു ഹൈപ്പ് കിട്ടിയിരുന്നു. അതിനുശേഷം കത്തി 2014 അവർ അതെന്ന് പറയുന്നത് 100 കോടിയാണ് 12 ദിവസത്തിൽ. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈക്കയാണ്. ഇതൊന്നും ലൈക്കൻ ആദ്യത്തെ പ്രൊഡക്ഷനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ സിനിമ നമ്മളധികം സംശയിക്കേണ്ട. കാരണം കത്തിയൊക്കെ നല്ല കണ്ടൻറ്റുള്ള സിനിമയായിരുന്നു. നല്ല എല്ലാവരും തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ഹൗസ്ഫുള്ളായിട്ട് ഓടിയ സിനിമകളിൽ ഒരു സിനിമയാണ്. സോ 100 കോടി 12 ദിവസത്തിൽ നിന്ന് വേണമെങ്കിൽ നമ്മൊരു സിനിമേൻ്റെ കണ്ടൻറ്റ് വൈസ് വേണമെങ്കിൽ ഒരു വാദത്തിന് ഓക്കെ എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഫേക്ക് കളക്ഷൻ്റെ ഒരു ആരംഭം തന്നെ. സോ സിനിമേൻ്റെ പേര് കബാലി എന്നാണ്.
അത് 2016 വന്നിട്ടുള്ള സിനിമയാണ്. കബാലിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള കലൈപുലി താനുവിനെ പറ്റി പറയണം. അയാൾ കുറച്ചൊരു തള്ളൽ വീരൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം തെറീൻ്റെ റിലീസിന് മുമ്പ് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ തെറി എന്ന് പറഞ്ഞ സിനിമ 1000 കത്തിക്കും 10,000 തുപ്പാക്കി വിജയൻ്റെ സിനിമ ഉണ്ടല്ലോ അതിന് സമമാണെന്നാണ് പറയുന്നത് തെറി പക്ഷേ ആവറേജ് മൂവി. ഈ പറഞ്ഞ തള്ളലൊന്നും ആ സിനിമയിൽ കണ്ടില്ല. സോ അയാൾ പൊതുവെ എല്ലാ സിനിമകൾക്കും ഇങ്ങനെ തള്ളുന്ന ഒരാൾ തന്നെയാണ് പൊതുവെ ഉള്ളൊരു കാര്യം. ചന്ദ്രമുഖിൻ്റെ കൂടെ സച്ചിൻ റിലീസ് ചെയ്യുക, എന്നിട്ട് 100-150 ദിവസം എന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കുക, നല്ല പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ കലൈപുലി താനും. അയാളാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കബാലി 2016. അയാളുടെ ക്ലെയിം എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ, സിനിമ ഇറങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 250 കോടി പടം കളക്ട് ചെയ്തു എന്നുള്ളതാണ് അയാളുടെ വാദം. പിന്നീട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് തന്നെ വരുന്നുണ്ട്, 650 കോടി 650 crores വിത്തിൻ 13 days എന്നാണ് അവരുടെ വാദം ഉണ്ടായിരുന്നത്. 4500 സ്ക്രീനുകളായിരുന്നു ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സിനിമ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഏകദേശം ഒരു ശിവാജി വൈബിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ. പിന്നെ സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു. അതായത് ഈ എന്താ പറയുക, ഈ എയറോപ്ലെയിനിലൊക്കെ ഇതിൻ്റെ അങ്ങനെ ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്യുക. പിന്നെ സിംഗപ്പൂരിൽ പല കമ്പനികൾക്കും ഈ സിനിമേൻ്റെ റിലീസിന് മുമ്പ് ലീവ് വിടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ നെരുപ്പിടാന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട്, അതിൻ്റെ ടീസറൊക്കെ ഭയങ്കര റിസപ്ഷൻ കൊണ്ടിട്ടുള്ള ഒരു പരിപാടി, നല്ല പ്രൊമോഷൻ ടാക്ടിക്സ് ആയിരുന്നു കലൈപുലി താനുവിൻ്റെ. സോ ആ സിനിമയെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോടികളുടെ തള്ളൽ, 650 കോടി ഇതിൻ്റെ ഒരു തള്ളലൊക്കെ തുടങ്ങുന്ന ആ സിനിമയിൽ നിന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ 2016 കഴിഞ്ഞ് മെർസൽ 2017 വരെയാണ്. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിൽ തേനാണ്ടാളാണ്. ആ സിനിമ അറ്റ്ലീൻ്റെ 3ാമത്തെ സിനിമയാണ് ആഫ്റ്റർ തെറി. ഈ സിനിമ വേൾഡ് 47.1 കോടി, ഓക്കെ, 47.1 crore ഫസ്റ്റ് ഡേ കളക്ഷനായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 200 കോടി ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കബാലിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 7 അയലത്തെങ്ങി എത്തിക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ കമ്പനീൻ്റേതായിരിക്കാം, വിജയിൻ്റേതായിരിക്കും. കാരണം വിജയ് ഈസ് ദ നെക്സ്റ്റ് ആഫ്റ്റർ രജനി നടന്നല്ലോ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനെറ്റ് സംസാരം ആ സമയത്ത്. സോ വിജയിൻ്റെ മെർസൽ, പിന്നെ മെർസലിന് അറിയാലോ കുറേ കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഭയങ്കര അത് തീപിടിച്ചിട്ടുള്ള ഒരു വിവാദമായിരുന്നു. BJPൻ്റെ GSTൻ്റെ ഡയലോഗിന് എന്താ പറയുക, സെൻട്രലിൽ നിന്ന് ഒപ്പോസിഷൻ വന്നു എന്നാണ് പറയുന്നത്. വിജയൻ്റെ ആധാർ കാർഡ് പുറത്തു വിടുക, അയാളുടെ പേര് വിജയ് എന്നല്ല ജോസഫ് വിജയ് എന്നാണെന്ന് പറയാം. സോ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു റിലീജനെ വെച്ചിട്ട് കളിക്കുമ്പോൾ ഒബ്വിയസ്ലി പല പേർക്ക് അത് കത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺട്രവേഴ്സി ഭയങ്കരമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പോയി സിനിമ കാണുക, BJPനെ എതിർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 47.1 കോടി കളക്ട് ചെയ്യുക ഇതുകൊണ്ടൊക്കെ എന്ന് പറയുന്നത് ആ സമയത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു വിജയ്. കാരണം വെച്ചാൽ വിജയിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള, തമിഴ്നാട്, ആന്ധ്രയിൽ കുറച്ചും, പിന്നെ എന്താ പറയുക, ജപ്പാനിലോ രജനീനെ പോലെ ജപ്പാനിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ അങ്ങനെ ഒരു വലിയ മാർക്കറ്റുള്ള ഒരാളല്ലായിരുന്നു വിജയ് ആ സമയത്ത്. ആദ്യത്തെ ദിവസം ഈ 47.1 crore സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്ന ഒരാളാണ് അഭിരാമി രാമനാഥൻ. അഭിരാമി സിനിമാക്സ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു തിയേറ്റർ ഓണറാണ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പഴയ 70കൾ മുതൽ അയാൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള ഒരാളാണ്. അയാൾ പറയുന്നൊരു കാര്യം, 1970, 1990 ആ കാലഘട്ടങ്ങളിൽ ഏതൊരു സിനിമയ്ക്കാണോ അധികം ബ്ലാക്ക് ടിക്കറ്റുകൾ വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ടിക്കറ്റ് ഉള്ളത്, ആ സിനിമകൾ ഭയങ്കര നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു ടോക്ക് പൊതുവേ ഒരു സൈക്കോളജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിയേറ്റർ ഓണേഴ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തിയേറ്ററിലുള്ള എല്ലാ ടിക്കറ്റുകളും ബുക്കായി പോയി എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിയേറ്ററിൻ്റെ മുൻപിൽ ഈ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് അതൊരു എന്താ പറയുക, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സൈക്കോളജി, ഒരു കൈൻഡ് ഓഫ് ഒരു ടാക്ടിക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അയാൾ പറയുന്നത് സിമിലർ കേസാണ് ഇപ്പം ഇങ്ങനെ ഈ മെർസലിൻ്റെ ഈ ഒരു വന്നിട്ടുള്ള ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ 47.1 crore അതൊരിക്കലും പോസിബിൾ അല്ല. സോ ഇതൊരു ടാക്ടിക്സ് ആയിട്ട് എടുത്താൽ മതി. ഇതൊരിക്കലും ഒരു റിയൽ
സംഭവമല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് അയാൾ പറയുന്നത്. ശേഷം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേനാണ്ടാൾ എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ കമ്പനി ആഫ്റ്റർ മെർസൽ എൻ്റെ അറിവിൽ ഒരു സിനിമ എന്തോ ചെയ്തെന്ന് തോന്നുന്നു, ഉദയനിധി സ്റ്റാലിനെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം അതോ അതിന് മുമ്പാണെന്ന് അറിയില്ല, ഓർമ്മയില്ല എനിക്ക് ക്ലിയർ ആയിട്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ 2025 വരെ അവർ സിനിമകൾ ചെയ്തിട്ടില്ല. ഇത്രയും 200 കോടി ലാഭം കിട്ടിയതോ അല്ലെങ്കിൽ ഷെയർ കിട്ടിയതോ ഉള്ള ഈ സിനിമ എടുത്തതിന് ശേഷം അവർ വേറെ സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പം ആ പ്രൊഡക്ഷൻ കമ്പനി വളരെ ഒരു ദയനീയ അവസ്ഥയിലാണെന്നാണ് കേൾക്കുന്നത്. സോ ഇതും ഒരു വൺ ഓഫ് ദി കാരണമാണ് ശരിക്കും പറയാൻ ഇതൊരു സ്കാം ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു റീസൺ. അതിനുശേഷം 2023 വാരിസ് എന്നുള്ള സിനിമയായിട്ട് വിജയ് വരുന്നത്. എന്തുകൊണ്ട് കുറേ വിജയിൻ്റെ സിനിമകൾ ഇതിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് കൂടുതലും ഈ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷന് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എൻഡോഴ്സ്മെൻറ്റിന് ഓക്കെ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. അയാൾക്ക് ഇങ്ങനത്തെ ഈ സിനിമകൾ കളക്ഷൻസ് പുറത്ത് വിടുക അല്ലെങ്കിൽ അയാളുടെ പേജുകൾ വഴി തന്നെ അയാളുടെ പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ അയാളുടെ ടീമോ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുന്ന പോലെ ഒരു PR ടീം വിജയന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്, എല്ലാവരും അറിയുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ അയാൾ പൊളിറ്റിക്സിലേക്ക് തിരിഞ്ഞപ്പം ഈ PR ടീമാണ് ശരിക്കും പറഞ്ഞാൽ IT ടീം എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ടീം. വാരിസ് 2023 വന്നപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ലളിത് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. 300 കോടി ആണ് ടോട്ടൽ ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ എന്നുള്ള ആ സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ പൊങ്കൽ വിന്നറാണ് ഈ സിനിമ എന്നുള്ളതാണ് ഒരു വാദം ഉണ്ടായിരുന്നത്. പൊങ്കലിന് 2 സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അജിത്തിൻ്റെ തുനിവും, നമ്മുടെ H. വിനോദ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള തുനിവ് എന്ന് പറഞ്ഞ അജിത്തിൻ്റെ സിനിമ. രണ്ടാമത് ഈ വാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്രൊഡ്യൂസ്ഡ് ബൈ ലളിത്, ഡയറക്റ്റ് ബൈ വംശി പടപ്പള്ളി. ഈ വംശി പടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ പിന്നെ ഏകദേശം 2-2.5 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. സോ അതൊരു .1 ആണ്. കാരണം അയാൾക്ക് തെലുങ്കിൽ തന്നെ സിനിമ കിട്ടുന്നില്ല എന്നുള്ളതാണ് ബാക്ക് എൻഡിലുള്ള ന്യൂസ്. പക്ഷേ അത് അലിഗേഷനാണ്, ഒരിക്കലും സത്യമല്ല എന്നൊക്കെ അയാൾ അതൊരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. സോ വിൽ വെയിറ്റ് ഫോർ ഹിസ് മൂവി. കാരണം അതുവരെ മഹേഷ് ബാബുവിനൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്താണ് ഹയസ്റ്റ് എൻ്റർടൈനർ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. സോ അറിയില്ല, എന്തായാലും അയാൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. ലളിത്തിന് വിജയ് ചെയ്ത കോമ്പൻസേഷനാണ് ലിയോ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലളിത് വാസ് കോമ്പൻസേറ്റഡ്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാരിസ് തുനിവാണല്ലോ 2 സിനിമ ഇറങ്ങിയിട്ടുള്ളത്. വാരിസ് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തെന്നും തുനിവ് ഒരു ആവറേജ് സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഗ്രി. തുനിവ് ബാങ്കിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങളെ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിലും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് ആ സിനിമേൻ്റെ അകത്ത്. സോ ഇൻ ഷോർട്ട് വാരിസ് വാരിസാണ് ഏറ്റവും ബെസ്റ്റ് സിനിമ എന്നുള്ളൊരു, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 2025 വിജയൻ്റെ അവസാന സിനിമയായിട്ടുള്ള ജനനായകൻ ഡയറക്റ്റ് ചെയ്യുന്നത് H. വിനോദാണ്. സോ അതൊരു ഐറണിയാണ്. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യം അത് വിജയ് തന്നെ പറയേണ്ട കാര്യമാണ്, ഏതായിരുന്നു ബെറ്ററായിട്ട് ഓടി എന്നുള്ളത്. സോ ഇതൊക്കെയാണ് തമിഴിലെ കാര്യങ്ങൾ. ഇതേ സംഭവം നമ്മൾ ഹിന്ദിയിലേക്ക് പോകുമ്പോൾ പല സിനിമകൾ ഇതിനു മുമ്പ് ഇതേപോലെ കോടികൾ വാരി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജവാൻ സിനിമേനെ പറ്റിയിട്ടാണ്. ജവാൻ 2024 വന്നിട്ടുള്ള സിനിമയാണ്. അറ്റ്ലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഷാറുഖ് ഖാൻ്റെ ഓൺ പ്രൊഡക്ഷൻ, റെഡ് ചില്ലീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ സിനിമയെ പറ്റിയിട്ട് അവർ പറയുന്നത് വെച്ചാൽ 104 കോടി ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും 100 മുതൽ 150 കോടി വരെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്നാണ്. സോ അതിനെതിരെ വലിയൊരു ഫിലിം ക്രിട്ടിക്കായിട്ടുള്ള കോമൽ നേത്ത നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വലിയൊരു ട്രേഡ് അനലിസ്റ്റാണ്, അയാളൊരു റിവ്യൂവറാണ്. അയാൾ 70 മുതൽ ഇതുവരെ സിനിമേനെ പറ്റിയിട്ട് ഭയങ്കര ക്ലോസ് ഒബ്സർവേഷൻ ഒരാളാണ്. നോൺ ബയസ്ഡ് ആണ് മെയിനായിട്ട്. അയാൾ ഒരിക്കലും ഒരു സിനിമേനെ പുകഴ്ത്തിയോ സംസാരിക്കാത്ത ഒരാളാണ്. അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത്രയും കോടികൾ അവർ കാണിച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് ബുക്കിംഗ് വഴി ആണ് എന്നാണ്. उस फिल्म का हीरो या फिल्म के प्रोड्यूसर्स टिकट्स खरीद लेते हैं बल्क में. 1 करोड़ की, 2 करोड़ की, 3 करोड़ की टिकटें खरीद लेते हैं और फिर उनके जो पार्टनर्स होते हैं, कॉर्पोरेट पार्टनर्स होते हैं, उनको फ्री टिकटें दी जाती हैं. वो जाएं या ना जाएं, लेकिन ऑन रिकॉर्ड वो टिकट का सेल हो गया है. राइट. ऑफ कोर्स उससे आधा पैसा वापस प्रोड्यूसर को या एक्टर को ही आने वाला है.
क्योंकि 50% तो प्रोड्यूसर का है, 50% एग्जिबिटर लेता है, तो उनका इन्वेस्टमेंट अगर वो 4 करोड़ की टिकटें खरीदते तो 2 करोड़ का इन्वेस्टमेंट है, 2 करोड़। तो अब सैडली ये लोग प्रमोशन में यकीन कम करते हैं और ये बोलते हैं प्रमोशन में तो टारगेट ऑडियंस को पहुंचा नहीं पहुंचा, ट्रांसलेट हुआ नहीं हुआ, ये तो ऑन रिकॉर्ड आ गया कि ये 2 करोड़ या 4 करोड़ की टिकटें बिकी है। तो है गलत, बहुत गलत चीज है, लेकिन कई स्टार्स इसमें इंडल्ज कर रहे हैं, लेकिन कई स्टार्स बिल्कुल यकीन भी नहीं करते हैं। അയാൾ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലീസ് തന്നെ എത്രയോ ഒരു തുകയ്ക്ക് ടിക്കറ്റ് വാങ്ങിയിട്ട് ആ ടിക്കറ്റുകൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയാണ്. ആ കമ്പനിയിലുള്ള എംപ്ലോയീസിനും ഫ്രീ ആയിട്ട് ടിക്കറ്റ് ആ കമ്പനി കൊടുക്കുകയാണ്. കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുകയാണ്. ആ എംപ്ലോയീസ് സിനിമ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, പക്ഷേ എന്തായാലും ടിക്കറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ദിവസം ഈ കോർപ്പറേറ്റ് ബുക്കിംഗ് ഉള്ള ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്ക് മൈ ഷോ തുറന്നു കഴിഞ്ഞാൽ സീറ്റുകളൊക്കെ ഫുള്ളാണ്, ഒരു ടിക്കറ്റ് ഇല്ല. അപ്പം ടിക്കറ്റ് പോലും കിട്ടാണ്ട് ഓടുന്ന ഒരു സിനിമേനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നല്ല സിനിമയായിരിക്കും, നല്ല സിനിമയാണ്. പിന്നെ ഈ പെയ്ഡ് റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കാണുമ്പോൾ ആകത്തുകയായിട്ട് ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 100 കോടി അല്ലെങ്കിൽ 1000 കോടി ക്ലബിൻ്റെ സത്യാവസ്ഥ. ഈ അഭിരാമി രാമനാഥൻ മുമ്പ് മെർസലിനെ പറഞ്ഞ പോലെ നമ്മൾ തിയേറ്ററിന് പുറത്ത് ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നത് കാണുമ്പം നമുക്ക് തോന്നുന്നത് ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ തിയേറ്ററാണ് ഇത് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. മോശം സിനിമകൾക്ക് തിയേറ്ററിനെ ബുക്ക് ചെയ്തിട്ട് മുഴുവനും സീറ്റുകൾ ബുക്ക് ചെയ്തിട്ട് അവർ ബ്ലാക്കിൽ വിൽക്കുന്നതാണ്. അതുകൊണ്ട് തിയേറ്ററിന് ലാഭവും ഓഡിയൻസ് മണ്ടന്മാരാവുന്നതാണ് സത്യം. ഇൻ ഷോർട്ട്, ടിക്കറ്റുകൾ കിട്ടാനില്ല, തിയേറ്ററുകൾ ഫില്ലാവുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സിനിമേൻ്റെ പൈസ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഹാപ്പി. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ടിക്കറ്റ് വിറ്റ് പോകാണല്ലോ. സത്യാവസ്ഥ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷാറൂഖ് ഖാൻ തന്നെ പൈസ കൊടുക്കണം. ഇട്ട പൈസ അയാൾ തിരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ പൈസ അയാൾക്ക് തന്നെയാണ് വരുന്നത്. 3 കോടിയോ 4 കോടിക്കോ ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പൈസ അയാൾക്ക് തിരിച്ചു വരുന്നേ ഉള്ളൂ. ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ടാക്ടിക്സാണ്. അതുകൊണ്ട് ഈ 100 കോടി തള്ളലിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. ഇതിനുശേഷം നമ്മൾ വീണ്ടും 2025 വന്നിട്ടുള്ള തെലുങ്കു സിനിമ ഗെയിം ചേഞ്ചർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇത് തന്നെയാണ് കഥ. അവർ ക്ലെയിം ചെയ്തത് ഫസ്റ്റ് ഡേ 156 കോടി കളക്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ട്രേഡിൽ പറയുന്നത് അത് വെറും 76 കോടി അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വേൾഡ് വൈഡ് തന്നെ ആകെ കിട്ടിയത് തന്നെ 156 എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ആ സമയത്ത് ഗ്ലോബൽ ഫ്രോഡ് രാംചരൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ ട്രെൻഡൊക്കെ ചെയ്യുന്നുണ്ട് ട്വിറ്ററിൽ. കാരണം ഈ നമ്പർ ആ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഈ നമ്പറിലേക്ക് ഒരിക്കലും എത്തില്ല എന്ന്. നിങ്ങൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം, ഒരുപാട് ഈ ഗെയിം ചേഞ്ചറിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. സോ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇൻ ഷോർട്ട് ഇറ്റ് ഇസ് ഫേക്ക്. ഇപ്പോൾ നമ്മളുടെ ഏമ്പുരാനിലേക്ക് വരുമ്പോൾ, മലയാളം തന്നെ ഏമ്പുരാൻ സിനിമയിലേക്ക് വരുമ്പം അവിടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ആദ്യത്തെ ദിവസം 100 കോടി കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെ പോസ്റ്ററിനുണ്ട് ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റൈലിൽ നിൽക്കുന്നതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ 100 കോടി എന്നുള്ളത് പറയുന്നത് ഫസ്റ്റ് ഡേ കളക്ഷനാണ്. പക്ഷേ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 24% ഓഫ് ദി ടോട്ടൽ എന്താ പറയുക, അവർ പറഞ്ഞു ഇപ്പോൾ 100 കോടിയാണെങ്കിൽ 100 കോടീൻ്റെ ഒരു 24% നമ്മൾ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോറിൻ കൺട്രികളിൽ നിന്ന് പോസിബിൾ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം, ഫസ്റ്റ് ഡേ കളക്ഷൻ ഇൻ കേരള കളക്ഷൻ കൗൺസിൽ നിന്നിട്ട് അവർ റിലീസ് ചെയ്തിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്താണെന്നുള്ളത്. സോ അതും ഇതും ഇവർ ഈ പറഞ്ഞ 325 കോടിയൊക്കെ നോക്കുമ്പോൾ അതും നമ്മൾ ഫേക്ക് എന്നുള്ള ഒരു ഇതിലേക്ക് ചാർത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതല്ല സിനിമ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു സിനിമയാണ് തുടരും. ഇപ്പോൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് തിയേറ്ററിക്കൽ റണ്ണ് പോസിബിൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ സ്ക്രീൻ പ്ലേയും മാത്രമാണ്. തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടറും സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ്റെ ഒരു മാർവലസ് ഔട്ട്കം തന്നെയാണ് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. കണ്ടൻറ്റ് വിൽ സ്പീക്ക്, കണ്ടൻറ്റ് വിൽ സെൽ, കണ്ടൻറ്റ് വിൽ വിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തുടരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നല്ല സിനിമകളായിട്ടുള്ള ഇപ്പോൾ ഞാൻ വെറുതെ ഒരു 2-3 പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമൻ, റോഷാക്ക് അല്ലെങ്കിൽ പ്രേഗാചിത്രം, ഈ സിനിമകളൊന്നും ആരും എവിടെയും 100 കോടി ബിസിനസ് അല്ലെങ്കിൽ സിനിമേൻ്റെ മുമ്പ് ഇത്ര ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി, ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള വാർത്തകളൊന്നും ഒരു ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബേഴ്സോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സോ ഈ സിനിമയൊക്കെ നമ്മൾ കണ്ട് രസിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു.
പക്ഷേ ഞാൻ പറഞ്ഞ ഈ 1000 കോടി 2000 കോടി ഇനി 10000 കോടി വരുമായിരിക്കും, കുറേ കഴിഞ്ഞാൽ അതും വരുമല്ലോ ട്രെൻഡിൽ. അപ്പോൾ ഈ 10000 കോടി നിന്ന് ഒരിക്കലും നല്ല സിനിമകളല്ലായിരുന്നു, റിപ്പീറ്റ് വാച്ചിലുള്ള സിനിമകളല്ല. റിപ്പീറ്റ് വാച്ച് പോട്ടെ, നമ്മൾ ആ തിയേറ്ററിൽ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചാൽ മതി. ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് ഈ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അഡ്വർടൈസ്മെൻ്റാണ്. ഒരു സാധനം വിറ്റ് പോകുന്നില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ഈ അങ്ങനെയെങ്കിലും ഇത് വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതേ സെയിം ടാക്ടിക്സ് തന്നെയാണ് ഈ 100 കോടി ക്ലബ്ബ്